താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് വേണം പറയാൻ. അതായത് BJPയുടെയും സംഘപരിവാറിന്റെ പ്രവർത്തകരുമൊക്കെ പല രീതിയിൽ പല നേതാക്കന്മാരെ അവഹേളിച്ചും അവരെ തങ്ങളുടെ മേഖലകളിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നതുമായിട്ടുള്ള എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതേപടി ഈ തീരുമാനങ്ങളൊക്കെ പകർത്തി ശക്തമായിട്ടുള്ള തിരിച്ചടി അങ്ങോട്ട് കൊടുക്കുകയാണ് മമതാ ബാനർജി. യോഗി ആദിത്യനാഥിനും അതുപോലെ തന്നെ രഥയാത്രയും മെഗാ റാലിയും നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന അമിത്ഷയ്ക്കും ശക്തമായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് മമതാ ബാനർജി ഉയർത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ BJPയുടെ രോഷം പിടിച്ചു വാങ്ങാൻ മമതാ ബാനർജിക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മമതയെ വേട്ടയാടുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. കാരണം അത് നടന്നില്ലെങ്കിൽ ബംഗാളിൽ BJPയുടെ ഒരു പദ്ധതിയും വിജയിക്കില്ല എന്ന ലക്ഷ്യമാണ് മമതയെ വേട്ടയാടാനുള്ള BJP സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി ശാരദ റോസ് വാലി ചിട്ടി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ രാത്രിയിലെത്തിയ CBI ഓഫീസർമാരെ പൂട്ടുകയായിരുന്നു മമത. അതായത് അതിന് പിന്നിലെ കാരണം മമത പറഞ്ഞത് തന്നെ വേട്ടയാടാൻ വേണ്ടി തൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിടികൂടുകയാണ് BJP സർക്കാർ ചെയ്യുന്നത് എന്നുള്ള വാദമാണ് മമതയ്ക്കുള്ളത്. തന്നെ വേട്ടയാടണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് സാധിക്കില്ല എന്നും തൻ്റെ ഉദ്യോഗസ്ഥരെ പിടിച്ച് തന്നെ പൂട്ടാനുള്ള ഒരു ഒരുക്കമാണ് അണിയറയിൽ നടത്തുന്നതെന്നുമുള്ള വാദമാണ് മമതാ ബാനർജിക്കുള്ളത്. അതുകൊണ്ടാണ് CBI ഉദ്യോഗസ്ഥരെ തങ്ങൾ തടവിൽ വെച്ചത് എന്നുള്ളതാണ് മമതാ ബാനർജി പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യായിരുന്നു, അതുപോലും ഞങ്ങൾ ചെയ്യാത്തത് ഒരു മാന്യതയുടെ പേരിലായിരുന്നു. കാരണം ഒരു നോട്ടീസ് പോലും ഇല്ലാതെയാണ് പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ CBI എത്തിയത്. ഇത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് അല്ല, മറിച്ച് ഇത് ബംഗാളാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ രേഖാപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇനിയും ലഭിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് മമത നൽകിയിട്ടുള്ളത്. ഒപ്പം മോദിക്ക് ഭ്രാന്താണെന്നും അദ്ദേഹത്തിന് തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മമതയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞു. ബംഗാളിലെ ചില നേട്ടങ്ങൾ മോദി സർക്കാരിന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായതുകൊണ്ടാണ് തന്നെ വേട്ടയാടി ഇവിടെ BJPക്ക് വളരാനുള്ള മണ്ണാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നതെന്നും മമത പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമിത്ഷയുടെ രഥയാത്രയ്ക്ക് അനുമതി നിശ്ചയിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ നിന്നും തിരിച്ചടി നേടി ഒടുവിൽ മെഗാ റാലി എന്ന പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്ന അമിത്ഷയ്ക്ക് ബംഗാളിൽ സന്ദർശനാനുമതി പോലും നൽകാതെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ യോഗിക്കും ഇതേ അനുഭവം നേരിടേണ്ടി വന്നു. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ടുള്ള നീക്കം നടത്തി മമതയെ വേട്ടയാടാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഈ വേട്ടയാടലിനൊന്നും മമത നിന്നുകൊടുക്കുന്നുമില്ല. മോദിയെ ഭ്രാന്തൻ എന്ന രീതിയിലാണ് ഇപ്പോൾ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് രാത്രിയിൽ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ ഇത്രയും വലിയ ഉന്നത ഉദ്യോഗസ്ഥർ വരുന്നു എന്നുള്ളത് തന്നെ വലിയ അപമാനമാണ് കേന്ദ്ര സർക്കാരിനെന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഇനിയും മുന്നോട്ട് വന്നാൽ ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിലാണ് മമതയുള്ളത്. ഇന്നലെ രാത്രി തുടങ്ങിയ പ്രതിഷേധം, അതായത് ഭക്ഷണം പോലും കഴിക്കാതെയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു മതിപ്പ് മമതയ്ക്ക് മേലിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മോദിയുടെ കോലം കത്തിച്ച് നാടിടിയ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിക്കെതിരെയും അമിത്ഷയ്ക്കെതിരെയും ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രവർത്തകർ ബംഗാളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുകയാണ്. ഒപ്പം ഉദ്യോഗസ്ഥരും മമതയ്ക്കൊപ്പം നിൽക്കുന്ന അതീവ സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ കാണുന്നുള്ളത്. അതായത് മൊത്തം ഉദ്യോഗസ്ഥർ മമതയ്ക്കൊപ്പം നിന്നിട്ടുണ്ട്. അതായത് തൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ CBI വേട്ടയാടാൻ വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് മുന്നോട്ട് വന്ന മമതയുടെ തീരുമാനത്തെ ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തു പറഞ്ഞാൽ തന്നെ മോദിക്കെതിരെ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്താൻ മമതയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഭ്രാന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് മമത പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.